ഹലോ 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 എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് സ്വാഗതം ഇല്ലാതെ കുറെ ദിവസമായിട്ട് അങ്ങനെ ഇന്ന് സ്വാഗതം എടുത്തു പറഞ്ഞത്. അപ്പൊ ഇന്ന് ഡിസംബർ 23 നമുക്ക് ലീവ് കിട്ടിട്ടാ. അപ്പൊ ഇന്ന് മുതല് ക്രിസ്മസ് ആഘോഷം തുടങ്ങി. അപ്പൊ നമുക്കും ക്രിസ്മസ് ആഘോഷം തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എന്താ ചെയ്യുന്നത്? നമ്മള് ഇന്ന് പുൽക്കൂട് ഒരുക്കം പുൽക്കൂടാക്കണ്ടേ എല്ലാം സാധനം സെറ്റ് ആവണം അത്രേ. അപ്പൊ ഓരോന്ന് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? മുളി നമ്മുടെ ഭാഷയിൽ മുളി. പുല്ല് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടാവുന്ന 2-3 ദിവസത്തെ മറ്റന്നല്ലേ ക്രിസ്മസ്, അപ്പത്തേക്ക് ക്രിസ്മസ് സാധനം ഒരുങ്ങും. അപ്പൊ ഇന്ന് മുതലുള്ള വീഡിയോ 3 ദിവസത്തെ വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോയിൽ ഇടുന്നത് കേട്ടാ. അപ്പൊ ഇനി കാണാം ബാക്കിയുള്ളത്. അങ്ങനെ പുല്ല് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആള് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഉണ്ടായിന്. കത്തി വേണ്ടേ? അമ്മ പോയിട്ടുണ്ട് കേട്ടാ. അമ്മ വേറൊരു ആവശ്യത്തിന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കത്തി അമ്മ കൊണ്ടിട്ടുണ്ട്. ഇവിടെ നല്ലോണം മുളി ഉണ്ടായിട്ടാ. പക്ഷെ ഇപ്പൊ ഇല്ല. അതാ എല്ലാം ഉണ്ടാക്കി മിഷനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത്ര മുളി കഴിഞ്ഞു കേട്ടാ. വെള്ളിയില്ല, വെള്ളിക്കാന്ന് ഇപ്പൊ പെട്ടിട്ടുള്ളത്. ആളിതാ വെള്ളി സെറ്റ് ആക്കുന്നുണ്ട്. സമയം ഇരുട്ടാന്നുണ്ട്. അവിടെ 3 പശു കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണുമ്പോ പൊടി വന്ന് നല്ല ഓട്ടമില്ല. ഇനിയിപ്പോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാനുള്ള പ്ലാനൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. വിചാരിച്ചു ഒന്നും നടക്കലാന്ന്. പക്ഷെ എന്താണെങ്കില് പെട്ടെന്നൊന്നും അരിഞ്ഞിട്ടാവില്ലാന്ന്. പക്ഷെ പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊരു പുതിയ അനുഭവം കേട്ടോ. കെട്ടിയ രീതി ശരിയല്ല. എന്നൊരു പള്ളി കെട്ടിനാ വള്ളി കൊണ്ടുവരാൻ മറന്നു. അതാ പ്രശ്നമായത്. ഇനിയിപ്പോ എങ്ങനെയായാലും ഇപ്പൊ എത്തണം. സമയം ഇരുട്ടായി, 6 മണി കഴിഞ്ഞു. പോകുന്ന വഴി കണ്ടാല് പേടിക്കും എല്ലാരും. അങ്ങനെ അതാണ് നമ്മൾ ഇന്നത്തെ പണിയായി. സ്കൂട്ടിയില് പോവാ. അപ്പൊ ഒന്ന് ബൈക്കില്ലേ വഴി കാണിക്കാം. ദൈവമേ, ഒരു പയ്യ ഇരുന്നുണ്ട് ഇരിക്കുന്നേ. ഓക്കെ പോവാം കേട്ടോ. ഒന്നായി തന്നെ വിട്ടോട്ടാ. ഇത് ഞാൻ പണ്ട് സ്കൂളിലേക്ക് ഇതിലെ കൂടി നടന്നുകൊണ്ട് വന്നോണ്ടായത്. റോഡാണല്ലോ, ഹൈവേ റോഡാണില്ലാന്നുള്ളത്. കാണിച്ചതാ ഹൈവേ റോഡ്, മെയിൻ റോഡിലാവുന്നു. എനിക്ക് എന്നെ പറഞ്ഞു ഇതിനേക്കാളും ബെസ്റ്റ് റോഡാക്കിയത്. ഇത് നമ്മളെ ഡയറക്റ്റ് മുന്നിലെത്തുന്ന റോഡ്. ബസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മുളിയെല്ലാം എത്തിച്ചു. ഇനി നമുക്കുള്ള പണി അതിനെന്താ കൂടാക്കണം. കൂട് സെറ്റാക്കണം. അതിന് ഒരു തൊഴുത്ത് സെറ്റാക്കാൻ വേണ്ടിട്ടുള്ള മുള അമ്മ കൊത്തുന്നുണ്ട്. പിന്നെ യൂട്ടി തടയിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ സമയം 6:45. ഇന്നത്തേക്ക് എന്തായാലും ഒരു കൂട് സെറ്റ് ആയിരിക്കും. രാത്രി എത്ര സമയമായാലും സെറ്റ്. നാലമ്മ കൊണ്ടുവന്ന മുടി നോക്കിയേ, എത്ര മതിയാവും. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളെല്ലാം അമ്മ റെഡിയാക്കുന്നുണ്ട്. മുള കൊത്തിട്ട് കട്ടാക്കുന്നുണ്ട്. ഇതാ ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്ത് പരിപാടി? നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ സെറ്റാക്കും. പിന്നെ ഇതിന് 2 ഇതെന്താ വീട് പോലെ ഒരു കൂട് പോലെ ആവുന്നാണ് പ്രതീക്ഷ. അത്രയില്ല. ഇത് വള്ളി വേണം. വള്ളി ഉണ്ടാവാ ഇങ്ങനെ ഇവിടെ കെട്ടിയില്ലേ? ഇടത്തേക്ക് ഇടയും കിട്ടും, അടുത്തേക്ക് കിട്ടും. അതിന് ഈ 4 അല്ലെ ആക്കണം. അപ്പൊ ഇത് വലുതല്ലേ? ഇവിടെ നമുക്ക് മറ്റേ ഈ സ്റ്റാറെല്ലാം തൂക്കാനുള്ള പ്ലാന്. പിന്നെ ഇവിടെ നമ്മുടെ യേശുവിനെയും ഇതിനുള്ളിലല്ലേ കിടക്കുന്നത്. കിടത്തലാണ്.
ഇത് കാണില്ല. ഇത് ഇവിടെയും പുല്ല് വരും, ആടെയും പുല്ല് വരും, ആടെയും പുല്ല് വരും. അടിയിൽ മാത്രമായിരിക്കും കാണുന്നത്. ഇപ്പൊ സ്റ്റാർ ഇങ്ങനെ തൂങ്ങുമ്പോ നല്ല രസമുണ്ടോ കാണാൻ? പ്ലാൻ വേറെ, എന്റെ പ്ലാൻ വേറെ ആയിരുന്നു. ഇത് പ്ലാൻ നോക്കണ്ടാവും. നമ്മളെ പുൽക്കൂടതാ ഇത്ര സെറ്റായി. ഇനി ബാക്കിയുണ്ട്. എന്നിട്ട് ഐഡിയ പ്ലാൻ വന്നിട്ട ശരി ഇങ്ങനെയൊരു ഇത് വന്നിട്ട ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയെങ്കിൽ ഒരു ഇതുണ്ടാവും. നോക്കാം, കമ്മിറ്റ് ആയ ശേഷം അപ്പൊ ഈ പുൽക്കൂടെ വെക്കുമ്പോ എന്ത് യേശുവിന്റെ പാട്ടെല്ലാം പാടണം. ക്രിസ്മസ് എന്ത് പാട്ട് പാട്ടെല്ലാം പാടണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞു ഗായികയുടെ പാട്ട് പാടാൻ. നല്ല ഗായിക ഒരു പാട്ട് ഒരു പാട്ട് പാട്ടെ. ഇത് ചിന്തയിൽ ഉണരാത്തൊരു പുൽക്കൂടായി പോയി. അറിയില്ല. പാട്ടുണ്ട് ഇപ്പൊ പാട്ടൊന്നും ഇല്ല. പിന്നെ എത്ര പാട്ടറിയും? എന്തെന്ന് ഉണ്ണിയേശു പിറന്നല്ലോ, അതേപോലെ ഗബ്രിയേ ഈ കുട്ടിയുടെ പാട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കുട്ടിയുടെ പാട്ടോടെ ഈ കുട്ടി ഒരു പാട്ടോടെ വിറ്റാവേ ഈ കുട്ടി കഴിഞ്ഞു. ഉള്ളതിന് ഇതാക്കാൻ പോകുമ്പോ ഗ്രണ്ട് തല്ലല്ല ബാക്കി കിട്ടി. അതോ അതൊക്കല്ല ഇനിയിപ്പോ സ്റ്റാർ വരാനുണ്ട്. ആ ഒരു ബോൾ പോലത്തെ എന്ത് പറയുന്നേ, ഒരു ബോൾ അത് വരാനുണ്ട്. നല്ല പണിയുണ്ട്. അങ്ങനെ നമ്മള് പുൽക്കൂട വീഡിയോ എടുക്കാം. നമുക്ക് വീഡിയോ എടുക്കുന്ന നമ്മളെ കച്ചൻ നിൽക്കുന്നുണ്ടാ. അതുവരെ നമ്മളെ പുൽക്കൂട ഇങ്ങനെയായി. ഒന്നുകൂടി സെറ്റ് ആവാനുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പണിയുണ്ട്. അതും കൂടി ആകുമ്പോ നല്ല ബ്യൂട്ടിഫുൾ ആവും. നല്ല സെറ്റായി. വീഡിയോയില് കാണുന്നാന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി അടുത്തേക്ക് കൊണ്ടുവരാം. അതാ നല്ല സെറ്റ് ആയിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ വന്നിന്. കുറച്ച് വൃത്തി കുറവുണ്ട്. അത് ഒന്നുകൂടി ചെയ്യുമ്പോ ശരിയാവും. ഒരാളത് അതിന്റെ ഉള്ളിലുണ്ട്. ഇനി ഇത് മൊത്തം മെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി മെയിനിട്ട് നമുക്ക് എടുക്കണം. അങ്ങനെ ഫൈനലി നമ്മളെ പുൽക്കൂട് റെഡി. സംഭവം വലിയ ഫ്ലോപ്പ് ഒന്നും ആയിട്ടാ, വലിയ വൃത്തിയല്ലെങ്കിലും വലിയ ഫ്ലോപ്പ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തൊഴുത്ത് നമ്മളെ വീടുണ്ട് കേട്ടോ. അതാ വീട് വീടാണ് തൊഴുത്ത് പോലെ ആയിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട് നമ്മളെ പുൽക്കൂട്. നോക്കിയേ അല്ല ഇനി നാളെ ഇനി നമുക്കിന് ക്രിസ്മസ് ട്രീ വേണം. ട്രീ വരാനുണ്ട്, പിന്നെ സ്റ്റാർ വരാനുണ്ട്, പിന്നെ എന്തോ പണിയുണ്ട്. യേശു വരാനുണ്ട്. യേശുവിനൊക്കെ എടുത്തണ്ടേ? എല്ലാരും അങ്ങനെല്ലാം ഇപ്പൊ നല്ല അടിപൊളിയാവും. അപ്പൊ നമ്മളെ ഈ ക്രിസ്മസിന്റെ വീഡിയോ എന്ന് പറയുന്നത് 2 പാർട്ടായിട്ട് ഇടുന്നത്. ഭയങ്കര ലോങ് പോകുന്നുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ട് ഇടാന്ന് വിചാരിക്കണേ. ഇന്നത്തെ ഫസ്റ്റത്തെ വീഡിയോ പുൽക്കൂടാക്കി സെറ്റ് ആയിട്ടാ. അപ്പൊ നിങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. പിന്നെ നെക്സ്റ്റ് നാളെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നാളെ കാണാം. നമ്മളെ പുൽക്കൂടെല്ലാം സെറ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട്, കാണിച്ചുതരാം. ഇതാ വരുന്നതേ ഇല്ല. നമ്മള് ഇനിയിപ്പോ 100 കുറ്റം പറയുന്നുണ്ടോ. ഞാൻ വീഡിയോ ഓണാക്കിയതിനെ അറിയുന്നില്ല, പറയണ്ട. ഓന്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാട്ടോ. കുട്ടൻ പാപ്പൻ നോക്ക്, നമ്മളെ പുൽക്കൂട് നോക്ക്. ആളെ കൂട്ടിട്ട് വന്നോ? നോക്കുന്നതിനായിട്ട് എങ്ങനെയുണ്ട് നമ്മളെ പുൽക്കൂട്? അല്ല ഇപ്പൊ നമ്മൾ പുൽക്കൂട് നോക്കും. എങ്ങനെയുണ്ട്? ഇത് പുൽക്കൂടല്ല, പാങ്ങില്ല. അതല്ലേ കൂട്, പുൽക്കൂട്. എങ്ങനെയുണ്ട് നമ്മളെ പുൽക്കൂട്? എങ്ങനെയുണ്ട് പുൽക്കൂട്? അടിപൊളിയായിട്ടേ? അടിപൊളിയായി. ക്ലബിലിട്ട് വാങ്ങിക്കേ നമ്മളെ ക്ലബ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സംഭവം അപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.
നെക്സ്റ്റ് കട. ഭയങ്കര ഫോട്ടോഷൂട്ടാണ് ഇവിടെ. ക്യാമറമാൻ ഹരിസ്വാമിയോടൊപ്പം സുപ്രിയ മാത്യൂസ്, അല്ല സോറി സുപ്രിയ രതീഷ്. അങ്ങനെ നമ്മള് പിക്കെടുക്കാൻ വന്നിനെ. ഒരാള് നാടൻ കൊണ്ട് ഓടുന്നുണ്ട്. ഹർഷ ഹായ്. ഹായ്. ഇതാ എല്ലാരും ഓരോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പോസ്. നമ്മള് നല്ലൊരു സ്ഥലത്തേക്ക്, അടിപൊളി സ്ഥലത്തേക്കാണ് പിക്കെടുക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇത് നമ്മളെ നാട് തന്നെ കേട്ടാ. നമ്മളെ നാട്, ഓളെ നാടേല് പോസാണ് ഇപ്പൊ കിട്ടാത്തത്. ഇപ്പൊ ശരിയുണ്ടാ? ഇപ്പൊ കിടന്നോ? നമ്മളെ വീഡിയോ ഷൂട്ടും കഴിഞ്ഞിട്ട് നമ്മള് പോകുന്നുണ്ട്. നമ്മളെ വീഡിയോ ഷൂട്ടും കഴിഞ്ഞ് നമ്മള് പോകുന്നുണ്ട്. ബാക്കിൽ വരുന്നുണ്ട് രണ്ടാള്.